ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ റിവ്യൂ പറയുന്നത് 3 BHK എന്ന തമിഴ് സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ ഗണേഷ് ആണ്. അദ്ദേഹം നമ്മുടെ മലയാളത്തിലുള്ള കൊറോണ പപ്പേഴ്സ് ഒക്കെ തമിഴിലേക്ക് വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. കൃതിയാട്ടം പോലെയുള്ള സിനിമകളൊക്കെ അദ്ദേഹം നേരത്തെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡയറക്ഷൻ തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇതിനകത്ത് അഭിനയിച്ച ആളുകൾ തന്നെയാണ്. സിദ്ധാർത്ഥ, നമുക്കറിയാം 2003 ബോയ്സ് എന്ന സിനിമ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് തിയേറ്ററിൽ പോയിട്ട്. അന്ന് ഏകദേശം ഒരു 17-14 വയസ്സുള്ള ഒരു ആളുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലും ഒരു 17 വയസ്സുള്ള ക്യാരക്ടർ ചെയ്തിട്ട് 17-നും 35-നും ഇടയ്ക്കുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ്. 46 വയസ്സുള്ള മനുഷ്യനാണ്, 79-ൽ ജനിച്ചാണ്. അദ്ദേഹം ഇപ്പോഴും കുട്ടികളായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +2-ന് പഠിക്കുന്ന കുട്ടിയുടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആശ്ചര്യം തന്നെയാണ്. അദ്ദേഹം കറക്റ്റായിട്ട് അത് ആപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ കൂടാതെ ശരത് കുമാറിന്റെ അഭിനയം, അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വന്ന ദേവയാനി, പിന്നെ അവരുടെ 2 കുട്ടികളാണ്. ഒന്ന് സിദ്ധാർത്ഥും മറ്റൊന്ന് മീത രഘുനാഥ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ ആ ചെറുപ്പത്തിലൊക്കെ ഉള്ള ക്യാരക്ടർ. അപ്പൊ നമുക്കറിയാം ഈ സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുടെ ലോങ് ടൈം അംബീഷൻ ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളതാണ് 3 BHK. അപ്പൊ അതിനുവേണ്ടി 2006-ലാണ് ഈ സിനിമ കാണിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 7.5 ലക്ഷം ഉണ്ട്. ഇപ്പോഴത്തെ ഏകദേശം ഒരു 25 ലക്ഷത്തിന്റെ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ 7.5 ലക്ഷം കൊണ്ട് അന്നൊന്നും നടക്കുന്നില്ല. പിന്നെ ആ ക്യാഷുകൾ, നമ്മൾ കിട്ടുന്ന ക്യാഷുകളൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി ഒരു 15 ലക്ഷം ആയാലേ, ഇന്നത്തെ ഒരു 50 ലക്ഷം എത്തിയാലേ അന്നൊരു വീട് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉള്ളൂ. അപ്പൊ അന്ന് ഈ മീര രഘുനാഥ്, അതായത് നമ്മുടെ ഈ ഒരു സിദ്ധാർത്ഥിന്റെ അനിയത്തിയായിട്ട് വന്ന, ഇത് 4 പേരാണ് കുടുംബത്തിലുള്ളത്. അപ്പൊ ആ ഒരു പെൺകുട്ടി അവര് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്, കൊച്ചുകുട്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. മാസം ഒരു 25,000 രൂപ വെച്ച് സേവ് ചെയ്യണം. അതിനുവേണ്ടി ആ ഒരു സേവിങ്സിന് വേണ്ടി ദേവയാനി ഭാര്യ ക്യാരക്ടറായിട്ട് വന്ന അവരൊക്കെ കുറച്ച് പലഹാര സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി വിൽക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്യാണ്. നമ്മുടെ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി ആരാണ്? നമ്മുടെ ശരത് കുമാറാണ്. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്യാഷ് ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഓരോരോ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കി പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി, ആരെങ്കിലും രോഗം വരുമ്പോൾ അതിനുവേണ്ടി, ഇങ്ങനെയുള്ള ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സാക്രിഫൈസ്, അവർ ഇമോഷണലി കണക്ട് ആകുന്ന കുറെ രംഗങ്ങൾ, ഒരുപാട് രംഗങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല. നമ്മൾക്ക് ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. ഒന്നും പറയാനില്ല. ഇപ്പൊ വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ +2 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ചേരുന്ന ഒരു സമ്പ്രദായം അന്നൊക്കെ ഉണ്ട്. അത് 2006-ലൊക്കെ ഉണ്ട്. ഇപ്പോഴും കുറവാണ്. അന്നൊക്കെ ഭയങ്കര എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സംഭവമാണ്. ഈ എഞ്ചിനീയറിംഗിന് ചേരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇഷ്ടം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ IT-യിൽ ഭയങ്കര സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിനകത്തേക്ക് ചേർക്കുകയാണ്, അവനെ ഫോഴ്സ് ചെയ്ത് ചേർക്കുകയാണ്. ഈ അതിനുവേണ്ടിയാണെങ്കിലും ഒരുപാട് ഡൊണേഷൻ ഒക്കെ കൊടുത്ത്, ഇങ്ങനെ സേവ് ചെയ്ത ക്യാഷ് ഡൊണേഷൻ ആക്കി കൊടുത്ത് ഇവനെ, ഈ കൊച്ചിനെ ഫോഴ്സ് ചെയ്തിട്ട് IT-യിലേക്ക് ചേർക്കുകയാണ്. അതിന് പിന്നീട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയിൽ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഫാമിലി മാൻ, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ മകളെ കല്യാണം കഴിച്ചു വിട്ടു, അവിടെ ഉണ്ടാകുന്ന പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്നിട്ട് കൊച്ചുമായിട്ട് തിരിച്ചു വരുന്നു, അതെല്ലാം വളരെ ഭംഗിയായിട്ട് എടുത്തു വെച്ചാൽ തിരിച്ചു വന്നാലും ആ കൊച്ചിനെ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ കാണുന്നുണ്ട്. കല്യാണം കഴിപ്പിച്ചു വിട്ട് ആ വീട്ടിലെ ഡൗറി പ്രശ്നങ്ങളും, ആ വീട്ടിലെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകള്, പെൺകുട്ടികള് സൂയിസൈഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ സിനിമയെ നന്നായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇമോഷണലി വല്ലാണ്ട് കണക്ട് ആകുകയും നമുക്ക് ആ ത്യാഗം, നമുക്ക് ആ ഒരു അവരുടെ ആ ഒരു ത്യാഗം, സാക്രിഫൈസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും തോന്നും. പിന്നെ ചിലയിടങ്ങളിൽ ഒരുപാട് സെന്റിമെന്റൽ ആയിട്ടൊന്നും തോന്നിപ്പോയി. കാരണം നമ്മൾ ഈ ഒരു ശരത് കുമാറിന്റെയും ദേവയാനിയുടെയും ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നി. അത്രയും വേണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോ റിയൽ ലൈഫിൽ നോക്കുവാണെങ്കിൽ ഇത്രയധികം ഒരു സെന്റിമെന്റൽ ഉണ്ടോ എന്ന് തോന്നിപ്പോകും. പിന്നെ സിദ്ധാർത്ഥ് നല്ല റോള് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും വേറെ ആർക്കും ഈ റോള് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷെ ധനുഷിന് ചെയ്യാൻ പറ്റിയേക്കും, വേറെ ആർക്കും തമിഴിൽ നിന്നും ഇങ്ങനത്തെ റോള് ചെയ്യാൻ പറ്റും തോന്നില്ല. കാരണം ആ 2003 ആ ബോയ്സിൽ വന്ന ആ ഒരു പയ്യനെ അതുപോലെ എടുത്തു വെച്ചിരിക്കാൻ തോന്നിപ്പോ ഇത് +2-ല്. പിന്നെ ഇതിനകത്ത് ഒരു 35 വയസ്സുള്ള ആളായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് ആണെങ്കിൽ നന്നായിട്ട് ഇമോഷണലി നമുക്ക് ആ ഒരു ടച്ച് ആകുന്ന, നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മ്യൂസിക് എടുത്തിരിക്കുന്നത് അമിത് ശിബ എന്ന് പറഞ്ഞ ഒരാളാണ്. അതുപോലെ
എഡിറ്റ് ചെയ്തിരിക്കുന്നതും ഗണേഷ് എന്ന് പറഞ്ഞ ആളാണ്. മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒന്നും പറയാനല്ല, സൂപ്പർ. നിങ്ങൾക്കൊന്ന് പ്രൈം വീഡിയോയിൽ, ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 10ൽ 8 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിനകത്ത് ഗൂഗിളിലാണെങ്കിൽ സെർച്ച് ചെയ്തപ്പോൾ 97% ആളുകൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. IMDb റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10 ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫാമിലി സെന്റിമെന്റൽസ്, ഡ്രാമ ഫിലിം, അതൊരു ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യുന്ന അതിനിടയ്ക്കുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ 100% ആയിട്ട് കാണാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മറ്റു കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനലിനോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.